അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലെ കാട്ടുതീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതുകൊണ്ട് തീ വ്യാപിക്കുന്ന തടയാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ. അധികൃതരും കൊണ്ടുപിടിച്ച ശ്രമത്തിൽ തന്നെയാണെന്ന് അമേരിക്കൻ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. മധു കൊട്ടാരക്കര തത്സമയം ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. മധു, ഓസ്കർ പുരസ്കാര പ്രഖ്യാപനം പോലും മാറ്റിവെച്ചു എന്ന രീതിയിൽ കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ അത്രയും തീവ്രമാണോ ഈ അവസ്ഥ അമേരിക്കയിൽ? ഗുഡ് മോർണിംഗ് എസ്കെൻ. കാട്ടുതീ കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ള വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് മണിക്കൂറുകൾക്കകം കനത്ത കാറ്റ് വീശിയടിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതാണ്ട് മണിക്കൂറിൽ 70 മൈൽ സ്പീഡിലാണ് ഈ കാറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളും ഇനി മുന്നോട്ട് പോകുന്ന പ്രവർത്തനങ്ങൾക്കും ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. നേരത്തെ എസ്കെൻ സൂചിപ്പിച്ചതുപോലെ ഓസ്കാറിന്റെ നോമിനേഷൻ മാറ്റിവെച്ചിട്ടുണ്ട്. ജനുവരി 23 പുതിയ തീയതി പ്രഖ്യാപിക്കുമെന്നാണ് അവർ പറയുന്നത്. എന്നാൽ അടുത്ത് തന്നെ നടക്കുന്ന ഗ്രാമി അവാർഡ്സ് മാറ്റി വെച്ചിട്ടുമില്ല. ഗ്രാമി അവാർഡ്സിൽ നിന്ന് ലഭിക്കുന്ന തുക ഇതിലേക്ക് വേണ്ടി വിനിയോഗിക്കുമെന്നാണ് പറയുന്നത്. 150 ബില്യൺ ഡോളറിന്റെ നാശമാണ് ഇതുവരെ കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. $2.5 ബില്യൺ ഗവർണർ നിയമസഭയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുത്താൽ ഉടൻ തന്നെ ഈ സ്ഥലം സന്ദർശിക്കുമെന്നും പറയപ്പെടുന്നു. ഏതാണ്ട് 33% ഉള്ള ഈറ്റൺ എന്ന പ്രദേശത്ത് നിയന്ത്രണ വിധേയമായിരിക്കുകയാണ്. അതേസമയം പാലിസൈഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇനിയും 14% മാത്രമേ നിയന്ത്രണ വിധേയമായിട്ടുള്ളൂ. അതുകൊണ്ട് വരും മണിക്കൂറുകൾ അഗ്നിശമന സേനയെ സംബന്ധിച്ച് വലിയ നിർണായകമാണ്. എസ്കെനെ ലോകത്ത് ഏറ്റവും കൂടുതൽ വിമാനങ്ങളുള്ള അഗ്നിശമന സേനാ വിഭാഗം കാലിഫോർണിയയാണ്. ഏതാണ്ട് 60ഓളം വിമാനങ്ങളുണ്ട്. എന്നാൽ സമുദ്രത്തിൽ നിന്ന് വെള്ളം കോരിയെടുക്കാനുള്ള കേപ്പബിലിറ്റി ഇതിൽ വളരെ കുറച്ച് വിമാനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. എസ്കെൻ. താങ്ക് യു, മധു കൊട്ടാരക്കര.